ഹായ് ഫ്രണ്ട്സ്, കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇത് കാണാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ ദയവ് ചെയ്ത് ഇപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്ത് പോവുക. കാര്യം ഒരു റിവ്യൂ എന്ന് പറയുമ്പോൾ ഞാൻ ഏകദേശം കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് വീഡിയോ ഒരല്പം ലെങ്തിയാണ്. നിങ്ങൾക്ക് കാണാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ ഇപ്പോഴും എന്നെ സ്കിപ്പ് ചെയ്ത് പോവുക. നമ്മുടെ നാട്ടിലിപ്പോൾ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു ആംപ്ലിഫയറാണ് നമ്മുടെ മുന്നിലിപ്പോൾ കാണുന്നത്. ഓഡിയോ EXൻ്റെ AXT-A8080 AXT-A8080 എന്ന് പറയുന്നൊരു ആംപ്ലിഫയറാണ്. അപ്പോൾ ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ മുന്നിൽ കാണുന്ന 4 ട്യൂബുകളാണ് ഇതിലേറ്റവും വലിയൊരു പ്രത്യേകതയായിട്ടുള്ള ഒരു ആകർഷണമായിട്ട് തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ ഡിസൈനാണ്, ഈ കാണുന്നൊരു ഡിസൈൻ നല്ല ഒരു ഡിസൈനിൽ അവരത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. കൂടാതെ തന്നെ ഫുൾ മെറ്റൽ, ഈ ഒരു അക്രലിക് പാനൽ ഒഴിച്ച് ബാക്കി ഫുൾ മെറ്റൽ ബോഡിയാണ് അവർ ഇത് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്ന സംഭവങ്ങളെല്ലാം തന്നെ മെറ്റലിലാണ് അവരിത് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ ആദ്യമേ നമുക്ക് ഇതിൽ ഫ്രണ്ടിൽ കാണുന്ന 4 ട്യൂബുകളെ കുറിച്ച് പറയാം. ഇത് 6K4 എന്ന് പറയുന്ന ഒരു ട്യൂബാണ്. ആ ട്യൂബ് 4 എണ്ണമാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. പ്രീ സെക്ഷന് വേണ്ടി മാത്രമാണ് ഇത് യൂസ് ചെയ്തിട്ടുള്ളത്. കുറേ ആൾക്കാർ വിചാരിച്ച് വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓഡിയോ പ്രീ സെക്ഷനും പവർ ഔട്ട്പുട്ടിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് 4 ട്യൂബ് യൂസ് ചെയ്തിരിക്കുന്നത് എന്നാണ് ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത്. എന്നാലും ഇതിനകത്ത് ഈ പറയുന്ന 6K4 എന്ന് പറയുന്ന ഒരു ചൈനീസ് ട്യൂബാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ 6K4 എന്ന് പറഞ്ഞാൽ സ്ലോവാനിയ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് 1948 എന്തോ ആണ്. 1948 കാലഘട്ടത്തിലാണ് അത് നിർമ്മിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞൊരു 3-4 വർഷം കഴിഞ്ഞപ്പോൾ മുള്ളാട് എന്ന് പറഞ്ഞ കമ്പനി ഈ 6K4 എന്ന് പറഞ്ഞ ട്യൂബ് വളരെ നല്ല രീതിയിൽ നിർമ്മിച്ച്, അതായത് മുള്ളാടെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിഞ്ഞൂടെങ്കിൽ ഞാൻ പറയാം. മുള്ളാടെന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള ട്യൂബുകൾ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ അവരുടെ ഗോൾഡ് പിന്ന് വരുന്ന ട്യൂബുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊരു അതുപോലെ ഉള്ളൊരു ചൈനീസ് ട്യൂബാണ്. ചൈനീസ് ട്യൂബ് എന്ന് പറയുമ്പോൾ കാര്യം എന്ന് വെച്ചാൽ അത്ര ക്വാളിറ്റി കുറഞ്ഞ പ്രോഡക്റ്റൊന്നും അല്ല ചൈനയിൽ നിന്ന് ഇപ്പോൾ വരുന്നത്. ചൈനയിൽ നിന്ന് വരുന്ന പ്രോഡക്റ്റുകളൊക്കെ തന്നെ നല്ല നിലവാരം പുലർത്തുന്ന ട്യൂബുകളാണ് നമ്മുടെ ചൈനയിൽ നിന്ന് ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നത്. അതുപോലെ അവരുടെ പ്രോഡക്റ്റുകളും അങ്ങനെ തന്നെയാണ്. നല്ല ഐമ, ഫോസി ഓഡിയോ, ഇതൊക്കെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകൾ അവർ ഇറക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഓഡിയോ എക്സ് അവരുടെ ഒരു പ്രോഡക്റ്റ് നമ്മുടെ നാട്ടിൽ ഇറക്കി. കാര്യം ഐമ, പിന്നെ ഫോസി ഓഡിയോ, ഇതുപോലുള്ള കമ്പനികൾ അവരുടെ ട്യൂബ് പ്രീ ആമ്പുകളും ട്യൂബ് വെച്ചിട്ടുള്ള ക്ലാസ് D ബേസ്ഡ് വരുന്ന ആംപ്ലിഫയറൊക്കെ അവർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ പ്രാവശ്യം നമ്മുടെ ഓഡിയോ എക്സ് ഇറക്കിയിട്ടുള്ള ഒരു ക്വാളിറ്റി എന്ന ഒരു ഇത് പറയുമ്പം തന്നെ നമുക്ക് അങ്ങേയറ്റം ഇങ്ങേയറ്റം നോക്കുന്ന സമയത്തും ആ ഒരു ക്വാളിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഡിസൈനിൽ തന്നെ നമുക്ക് കാണാനായിട്ട്. ഈ ഒരു ഡിസൈൻ എന്ന് പറയുമ്പോൾ തന്നെ അത്രയും നല്ലൊരു കൈകൾ ഇതിൽ വന്നിട്ടുണ്ട് ഡിസൈനറിൻ്റെ സൈഡിൽ നിന്ന് പോലും. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു പ്രോഡക്റ്റാണ് ഈ ഓഡിയോ എക്സ് ഇപ്പോൾ ഇറക്കിയിട്ടുള്ളത്. കാര്യം ഓഡിയോ എക്സ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിലെ അത്യാവശ്യം നിലവാരമുള്ള പ്രോഡക്റ്റുകളാണ് അവർ ഇറക്കുന്നത്. ഒരു സബ് വൂഫർ ആയാലും അവരുടെ സ്റ്റീരിയോ ആംപ്ലിഫയറൊക്കെ ആണെങ്കിലും 2.1 ആണെങ്കിലും 5.1 ഒക്കെ ആണെങ്കിൽ പോലും AV8000 AV5000 ഒക്കെ തന്നെ അത്യാവശ്യം നിലവാരമുള്ള പ്രോഡക്റ്റുകളും വില കുറവിലാണ് ഒരു പ്രോഡക്റ്റ് ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ വില ഏകദേശം വരുന്നത് ഒരു 14,000 രൂപയ്ക്ക് താഴെയാണ്. 13-നും 14-നും ഇടയ്ക്കാണ് വരുന്നത്. പല ഷോപ്പിലും പല വിലയ്ക്ക് കിട്ടുന്നുണ്ട്. കാര്യം ഡീലർമാർ ഡയറക്റ്റ് വിൽക്കുന്നുണ്ട്, പിന്നെ ആ ഡീലർമാരെ നിന്ന് വേറെ കടക്കാരെടുത്ത് അവർ വിൽക്കുന്നുണ്ട്. അപ്പോൾ 100-400 രൂപയുടെ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും വരും. ഈ ട്യൂബിൽ കുറച്ച് ആകർഷണമായിട്ട് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ആ ഒരു ട്യൂബിൻ്റെ അടിയിൽ വരുന്ന ലൈറ്റുകളാണ്. അത് സത്യം പറഞ്ഞാൽ അത് LED ലൈറ്റ് കൊടുത്തൊക്കെയാണ്. ആ ഒരു അടിയിൽ കാണുന്ന ലൈറ്റുകൾ എന്ന് പറയുമ്പോൾ LED ലൈറ്റ്സ് ആണ്. എന്നാൽ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണാം ഹീറ്ററിൻ്റെ ആ ഒരു ലൈറ്റ് കത്തുന്നതായിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഫിലമെൻറ്റ് തെളിഞ്ഞ് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് റിയലി അതിൻ്റെ ലൈറ്റ് തന്നെയാണ്. 6 വോൾട്ടാണ്. ഞാൻ ട്യൂബൊക്കെ ചെയ്ത് നോക്കിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് കൃത്യമായിട്ട് നിങ്ങൾ എടുത്ത് പറയുന്നത്. കണ്ടില്ലേ, ആ ഫിലമെൻറ്റ്, അതിനകത്തുള്ള ആ ഒരു ഫിലമെൻറ്റ് തെളിഞ്ഞ് നിൽക്കുന്ന ഹീറ്റർ കോയിലാണത്. അപ്പോൾ അത് തെളിഞ്ഞ് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് 6 വോൾട്ട് 6.9 വോൾട്ടൊക്കെ കൊടുത്തിട്ട് നമുക്ക് തെളിയിക്കാൻ പറ്റുന്ന ആ ഒരു വോൾട്ട് കൊടുക്കുമ്പോഴാണ് അവിടെ അത് തെളിയുന്നത്. കാര്യം ട്യൂബ് ഹീറ്റായി ആണ് അതിനകത്തുള്ള വർക്ക് നടക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് 2 ലെഫ്റ്റിനും 2 റൈറ്റിനും, കണ്ടില്ലേ ഇവിടെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം 2 റൈറ്റിന് 2 ലെഫ്റ്റിനാണ്
കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 4 ട്യൂബ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ഒരു ഗെയിൻ ഇതിൽ കിട്ടുന്നുണ്ട്. കാര്യം നമ്മൾ ആംപ്ലിഫയർ പാട്ട് കേൾക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതങ്ങനെ എടുത്ത് പറഞ്ഞ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതില്ല, ഈ ഒരു ഗെയിൻ ഇവിടുത്തെ വോളിയം കൺട്രോൾ നമ്മളിങ്ങനെ കൂട്ടി ഇത്രയും വരുമ്പോൾ തന്നെ ഇപ്പോൾ ഇതിപ്പോൾ 8 ohms സ്പീക്കറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് നിങ്ങൾ 4 ohms സ്പീക്കർ കൊടുക്കുന്ന സമയത്ത് ഈ ഒരു സെൻറ്റർ പോയിന്റ് വരുമ്പോൾ തന്നെ അസാധ്യമായിട്ടൊരു സൗണ്ടാണ് അങ്ങ് വരുന്നത്. 4 ohmസിൽ ഇപ്പോൾ 8 ohmസിൽ തന്നെ ഇത്രയും സൗണ്ട് കിട്ടിയെന്നുണ്ടെങ്കിൽ 4 ohmസിൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ അതിൻ്റെ ഒരു സൗണ്ട് വരും എന്നുള്ളതാണ്. പിന്നെ ഓഡിയോയുടെ കാര്യം നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീ സെക്ഷനാണ്. ഈ രണ്ടും കാണുന്നത് പ്രീ സെക്ഷനാണ്. അപ്പോൾ പ്രീ സെക്ഷനിൽ നിന്നും പിന്നെ അടുത്ത് പവർ ആമ്പിലേക്ക് പോകുന്ന സമയത്ത് ക്ലാസ് ഡി ആണ് അതിനകത്ത് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. ക്ലാസ് ഡി ചിപ്പ് വെച്ചിട്ടാണ് അതിൻ്റെ ഒരു ഔട്ട് വരുന്നത്. ഏകദേശം 80+80 ലെഫ്റ്റിനും റൈറ്റിനും 80+80 വരുന്ന രീതിയിലാണ്. ഏകദേശം 160 വാട്ട്സ് നമുക്ക് 4 ohmസിൽ എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ പ്രോഡക്റ്റ് വരുന്നത്. ആ ഒരു സൗണ്ടെന്ന് വെച്ചാൽ അസാധ്യമായിട്ടുള്ളൊരു സൗണ്ട്, അത്രയും നല്ലൊരു ഏരിയയിൽ കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു സൗണ്ടാണ് ഇതിനകത്ത് വരുന്നത്. അതിനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ TPA 3221 ടെക്സാസ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ ചിപ്പാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. TPA 3221 എന്ന് പറഞ്ഞ ചിപ്പ്. നമുക്കത് എൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 വാട്ട് എടുക്കാൻ പറ്റുന്ന ഒരു IC ആണ് അത്, ആ ഒരു ചിപ്പ്. അതുപോലെ ടെക്സാസ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ ചിപ്പ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു ആവശ്യമില്ല. നല്ല ഓഡിയോ നിലവാരം കിട്ടുന്ന ഒരു ചിപ്പാണ് TPA 3221. അപ്പോൾ ആ ഒരു ചിപ്പാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർ ഇതിനകത്ത് 80+80 വാട്ടാണ് എടുക്കുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു സർക്യൂട്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് അതിൽ നിന്ന് മാക്സിമം എടുക്കാൻ പറ്റുന്ന പവർ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ 100 വാട്ട് വരെ നമുക്കത് എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അത്യാവശ്യം നീളമുള്ള ഒരു IC ആണത്. നമുക്കിത് തുറന്ന് കാണിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്. പിന്നെ ആ ഒരു IC ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പിന്നെ ഈ ഒരു ട്യൂബ് പ്രീയും കൂടെ യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ഒരു ഓഡിയോ ക്വാളിറ്റി അല്ലെങ്കിൽ ആ ഒരു നിലവാരം നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിലായിരിക്കും ഒരു പ്രോഡക്റ്റ് വരുന്നത്. പിന്നെ ഇതിൻ്റെ പുറകിൽ നോക്കുന്ന സമയത്ത് കുറച്ച് ബോക്സുകൾ കാണാൻ പറ്റും. ഈ ഒരു ബോക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യത്തിൽ നമ്മുടെ പഴയ ട്യൂബ് ആംപ്ലിഫയറിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു രീതി അവർ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിസൈൻ അവിടെ കൊടുത്തിട്ടുള്ളത്. കാര്യം മക്കിന്തോഷിൻ്റെയൊക്കെ പണ്ടത്തെ പഴയ ആ ഒരു പഴയതല്ല ഇപ്പോഴും ഉണ്ട്. അതിന് ഏകദേശം ഒരു 30 ലക്ഷം ആ ഒരു വിലയൊക്കെയാണ് വരുന്നത്. മക്കിന്തോഷിൻ്റെ പല മോഡലുണ്ട്. ഏകദേശം ഒരു 9 ലക്ഷം 10 ലക്ഷം തൊട്ട് അതിൻ്റെ പ്രീ ആംപ്ലിഫയർ പവർ ആംപ്ലിഫയറിന് ഏകദേശം 9 ലക്ഷം അതേ പ്രൈസ് തന്നെ വരുന്നുണ്ട്. അത് നമ്മളൊരു ലെഫ്റ്റ് റൈറ്റ് മോണോ വാങ്ങി പിന്നെ അതിൻ്റെ പ്രീ ആമ്പൊക്കെ വാങ്ങി ഒരു 10-30 ലക്ഷം നമുക്ക് ചിലവാകും. അപ്പോൾ അതുപോലെയുള്ള അല്ലെങ്കിൽ അതിൻ്റെ വേറെ മോഡൽ ആംപ്ലിഫയറുകളുണ്ട്. അപ്പോൾ അതിനൊക്കെ വരുമ്പോൾ ട്യൂബ് ആംപ്ലിഫയറുകൾ വരുമ്പോൾ അതിനകത്ത് വരുന്ന ഒരു മെത്തേഡാണ് അല്ലെങ്കിൽ ആ ഒരു രീതിയാണ് അവരിവിടെ കാണിച്ചിരിക്കുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ഇൻപുട്ട് ട്രാൻസ്ഫോമർ, അതായത് DC സപ്ലൈക്ക് വേണ്ടിയിട്ട് ഒരു AC ട്രാൻസ്ഫോമർ ഇപ്പോൾ 2 സെക്ഷനാണെങ്കിൽ 2 സെക്ഷന് വേണ്ടി കാണും. അതുപോലെ തന്നെ അതിന് ഔട്ട്പുട്ട് അതിൻ്റെ ഓഡിയോ ഔട്ട്പുട്ട് എടുക്കുന്നതിന് വേണ്ടിയിട്ട് കപ്ലിംഗ് ട്രാൻസ്ഫോമേഴ്സ് കാണും. അപ്പോൾ അതും ഇതുപോലത്തെ ഒരു വലിയ ട്രാൻസ്ഫോമർ വെച്ച് ചെയ്യുന്നൊരു രീതിയാണ്. അപ്പോൾ ആ ഒരു ഓർമ്മപ്പെടുത്തലാണ് അല്ലെങ്കിൽ ആ ഒരു രീതിയാണ് അവരിവിടെ മോഡലിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഈ ഒരു ഹൈറ്റ് അവരിവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ല, ഇവിടെ ഇങ്ങനെ ഒരു ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ഹൈറ്റ് സത്യം പറഞ്ഞാൽ നമ്മളവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ഇതിനകത്തോട്ട് ഒരു പൊള്ളയാണ്. പൊള്ള മീൻസ് ജസ്റ്റ് ഒരു മോഡൽ എന്നുള്ള രീതിയിലാണ് അവർ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതിലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നോളജി മാറി. പഴയ ടെക്നോളജി അല്ല ഇപ്പോഴത്തെ ടെക്നോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ ടെക്നോളജിയുടെ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പം നമുക്ക് നാട്ടിൽ ക്ലാസ് AB ക്ലാസ് D ആംപ്ലിഫയറുകൾ നമുക്ക് വരുന്നുണ്ട്. കൂടെ അതിൻ്റെ കപ്പാസിറ്ററൊക്കെ ഏകദേശം ഇത്രയും പൊക്കമുണ്ട് കേട്ടോ. അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന കപ്പാസിറ്റർ, അതായത് ഇതിപ്പോൾ വരുന്നതെന്ന് വെച്ചാൽ ഇത് AC സെക്ഷനാണ്. നമ്മുടെ കറണ്ട് വരുന്ന ഭാഗം 110 വോൾട്ടോട് 220 വോൾട്ടോ 240 വോൾട്ടോ വരുന്ന ഒരു ഭാഗമാണ് ഈ ഒരു സെക്ഷനായിട്ട് അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞാൽ അതിൻ്റെ റെക്ടിഫിക്കേഷൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് DC സപ്ലൈ ഒക്കെ വരുന്നത് ഇവിടെയാണ്. അപ്പോൾ അതിനകത്ത് കണ്ടില്ലേ DC പവർ ഔട്ട്പുട്ട് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ കുറച്ച് സമയം വർക്ക് ചെയ്യിപ്പിച്ചതിന് ശേഷം ഈ ഒരു ഭാഗത്ത് തൊട്ട് നോക്കിയാൽ നമുക്കറിയാം വേണ്ടി ചെറിയൊരു ഹീറ്റ് അവിടെ ഉണ്ടാകുന്നുണ്ട് ഈ ഒരു ഭാഗത്തോട്ട്. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞാൽ 200 വോൾട്ടാണ് ഈ ഒരു കറക്റ്റിൻ്റെ 200-250 വോൾട്ടാണ് ഈ ട്യൂബിന് കൊടുക്കാനുള്ളത്. ചിലപ്പോൾ ഇത് അവർ കൃത്യമായിട്ട് ആ ഒരു വോൾട്ട് തന്നെ കൊടുത്തിട്ടുണ്ടായിരിക്കാം. കാര്യം ട്യൂബ് നല്ല രീതിയിൽ ഹീറ്റ് ആവുന്നുണ്ട്. കാര്യം ഐമേലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത്രയും ഹീറ്റ് വരത്തില്ല. നല്ല ഹീറ്റ് വരണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് വോൾട്ട് കൊടുത്താൽ മാത്രമാണ് ആ ഒരു ഹീറ്റ് നമുക്ക് കറക്റ്റായിട്ട്
കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഫിലമെൻ്റ് കത്തുന്നതിലുപരി ഇതിനകത്ത് കറക്റ്റ് വർക്കിംഗ് നടക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു വോൾട്ട് 200 to 250 വോൾട്ട് വരെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ട്യൂബ്. ആ ഒരു വോൾട്ട് കറക്റ്റാಗಿ കൊടുക്കുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഔട്ട്പുട്ട് നമുക്ക് വരുന്നത്. അപ്പോൾ ട്യൂബ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാം സൗണ്ട്, ട്യൂബിനൊരു എപ്പോഴും ഒരു വാം സൗണ്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു വാം സൗണ്ട് കറക്റ്റാಗಿ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ട്യൂബുകൾ കൂടുതലായിട്ട് ഇന്നും യൂസ് ചെയ്യുന്നത്. ട്യൂബിൻ്റെ വാം സൗണ്ടിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ എത്ര വില കൊടുത്തും ട്യൂബുകൾ വാങ്ങി ഉപയോഗിക്കുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. കണ്ടില്ല, അത് ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുന്ന ആ ഒരു പ്രകാശം താഴ്ന്നൊരു റെഡ് കളർ ലൈറ്റ് ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുന്നത് ഒരു കാണാൻ നല്ലൊരു പ്രത്യേക ഭംഗിയാണ്. കാര്യം നമ്മുടെ വാക്വം ട്യൂബുകൾ യഥാർത്ഥത്തിൽ ഈ ഒരു ഭാഗത്ത് ലൈറ്റ് എത്തുന്നതിന് പകരം ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ ഇപ്പോൾ ECC 83 പോലെയുള്ള അല്ലെങ്കിൽ അതുപോലുള്ള വേറെ EL84 എന്നൊക്കെ പറയുന്ന ഓരോ ട്യൂബുകളുണ്ട്. അതുപോലത്തെ ട്യൂബൊക്കെ ഈ ഒരു രീതിയിൽ തന്നെ യഥാർത്ഥത്തിൽ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കും അവിടെ. അപ്പോൾ ഇതൊരു പ്രീ സെക്ഷൻ ആയതുകൊണ്ട് തന്നെ ഒരു പ്രീ ട്യൂബ് ആയതുകൊണ്ട് തന്നെയാണ് അവർ നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് തന്നെ കറക്റ്റായി കാണാനായിട്ട് സാധിക്കും തെളിയുന്നത്. നല്ലൊരു ഭംഗി എന്നുള്ളൊരു ആകർഷണം അവർക്ക് കിട്ടുക എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ ട്യൂബിന് അടിയിൽ ലൈറ്റ് കൊടുത്തിട്ടുള്ളത്. മാക്കിൻതോഷ് പോലെയുള്ള ആംപ്ലിഫയറിൽ ഇതുപോലെ അടിയിൽ അവർ ലൈറ്റ് കൊടുക്കുന്നു. ചിലതിലൊക്കെ പച്ച കളറിലെ ലൈറ്റൊക്കെ കത്തുന്നതാണ് ഞാൻ കണ്ടിട്ടുണ്ട്. കണക്ടിവിറ്റി എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ഇതിൽ കാണാൻ പറ്റുന്നത് USB നമുക്ക് കണക്ട് ചെയ്യാൻ ഡയറക്റ്റ് കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. അതിനകത്ത് ഫ്ലാക്ക്, വേവ്, APE, WMA, MP3 ഇത്രയും ഫയലുകൾ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് വരുന്നത്. അതിനകത്ത് ഇപ്പോഴുള്ള മിക്ക ഡിവൈസുകളിലും ആ ഒരു രീതി വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ഫോർമാറ്റുകൾ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ അവർ അപ്ഡേറ്റ് ഇതിലും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. കമ്പ്യൂട്ടർ വഴി നമുക്കിത് USB വഴി കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. കണക്ടിവിറ്റി നമുക്ക് കുറച്ച് കൂടുതൽ കിട്ടുന്നുണ്ട്. അങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്തും അതുകൂടാതെ തന്നെ ഡിജിറ്റൽ ഓഡിയോ ഇൻപുട്ട്, അത് കോആക്സിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് 16 ബിറ്റ് അല്ലെങ്കിൽ 24 ബിറ്റ് റെസൊല്യൂഷൻ നമുക്ക് കിട്ടും. അതിൽ 16 ബിറ്റാണ് നമുക്ക് ഓഡിയോ വരുന്നതെന്നുണ്ടെങ്കിൽ USB ഈ ഒരു കാണുന്ന LED മഞ്ഞ കളറിലും 24 ബിറ്റിലാണ് ഇതിൽ വരുന്നതെന്നുണ്ടെങ്കിൽ ഇത് റെഡ് കളറിലും കത്തുന്ന ഒരു ഓപ്ഷൻ ഇതിനകത്ത് അവർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഓപ്ഷനും കൂടെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ ബ്ലൂടൂത്ത് വഴി നമ്മൾ പ്ലേ ചെയ്യുന്ന സമയത്ത് തന്നെ റീക്യാപ്ഷൻ എന്ന് പറയുമ്പോൾ ബ്ലൂടൂത്ത് 5.2 റീക്യാപ്ഷൻ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. DSP ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫ്രീക്വൻസി റെസ്പോൺസ് 20 Hz to 22 kHz നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. പിന്നെ സ്പീക്കർ ഷോർട്ട് സർക്യൂട്ടിൻ്റെ കേസ് ഞാൻ നേരത്തെ പറഞ്ഞാൽ സർക്യൂട്ട് പ്രൊട്ടക്ഷൻ സെൻസിറ്റിവിറ്റി 600 മില്ലി വോൾട്ടാണ് വരുന്നത്. പിന്നെ USB റീഡിംഗ് കപ്പാസിറ്റി 128 M2 ആണ് വരുന്നത്. 2 GB ആണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ പ്രോഡക്റ്റ് ഡയമെൻഷൻ നമുക്കത് പ്രോഡക്റ്റ് ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അളവാണ് വരുന്നത് 245 × 206 ഇഞ്ച് 100 mm ആണ് ഇതിൻ്റെ ഒരു അളവ് വരുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെ നോക്കിയാലും നല്ലൊരു പ്രോഡക്റ്റ് അതിലുപരി മറ്റൊന്നും പറയാനില്ല. ഈ ഒരു വിലയ്ക്ക് ഈ ഒരു സാധനം ഓക്കെയാണ്. ഇതിൻ്റെ സെയിം കോമ്പറ്റീഷൻ നടക്കുന്നത് IMIയും വോസി ഓഡിയോ ആണ്. ഇതിൻ്റെ സെയിം ഒരു രീതിയിൽ കോമ്പറ്റീഷൻ നടക്കുന്നത്. പക്ഷേ അവർ ഇതിനേയും കൂടി അല്പം വില കൂടുതലാണ് അവരുടെ പ്രോഡക്റ്റിന്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി അറിയാനായിട്ട് പറ്റും. പിന്നെ ഈ പറയുന്ന പോലെ അവരുടെ പ്രോഡക്റ്റ് 12 വോൾട്ടിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. അത് ഒരു ഇതാണ്, അതായത് 12 വോൾട്ട് DC സപ്ലൈ കൊടുത്താണ് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. എനിക്ക് ഇതിൽ പറയാനുള്ളത് 240 വോൾട്ട് അല്ലെങ്കിൽ 80 വോൾട്ട് തൊട്ട് 240 വോൾട്ട് കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കുന്ന രീതിയിലാണ് പ്രോഡക്റ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ ട്യൂബിൻ്റെ കറക്റ്റ് വോൾട്ടേജിലായിരിക്കണം ഇത് വർക്ക് ചെയ്യുന്നതെന്നാണ് എൻ്റെ ഒരു കാര്യം. ട്യൂബ് നല്ല രീതി 60 ഡിഗ്രി വരെ ചൂടാവുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം എന്തായാലും നല്ലത് തന്നെയാണ്. മറ്റേത് 12 വോൾട്ടിലാണ് ട്യൂബിനെ വർക്ക് ചെയ്യിപ്പിക്കുന്നതും ഇത് ഡയറക്റ്റ് 240 വോൾട്ട് കൊടുത്തിട്ട് ഈ ഒരു ട്യൂബിനെ സത്യം പറഞ്ഞാൽ DC ഒരു 200-250 വോൾട്ട് കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ആ രീതിയിൽ തന്നെ ആയിരിക്കണം ഇത് വർക്ക് ചെയ്യുന്നതെന്നാണ് ഞാനും വിചാരിക്കുന്നത്. കാര്യം ഇതിൻ്റെ സർക്യൂട്ട് എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല ഇതിൻ്റെ ഉള്ളിലുള്ളത്. പിന്നെ എടുത്ത് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ഒരു വ്യൂ മീറ്ററാണ്. കണ്ടില്ല, അപ്പോൾ അവൻ്റെ വർക്കിംഗ് ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ആ ഒരു വ്യൂ മീറ്ററാണ്. ഈ ഒരു വ്യൂ മീറ്റർ തായ്വാൻ മെയ്ഡ് വ്യൂ മീറ്ററാണ്. കുറച്ച് ചെറുതാണ്, പക്ഷേ അതിൻ്റെ വർക്കിംഗ് അടിപൊളിയാണ്. അത് കാണാനും ഉണ്ട്, വർക്കിംഗ് നല്ലത് തന്നെയാണ്. പിന്നെ ഇതിനകത്ത് 2-3 സ്വിച്ചുകൾ വരുന്നുണ്ട്. കണ്ടില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഓഡിയോ സെലക്ട് ചെയ്ത് മാറ്റുന്നതിന് വേണ്ടിയിട്ട് വരുന്ന 2 സ്വിച്ചുകൾ വരുന്നുണ്ട്. പിന്നെ മോഡ് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള സ്വിച്ചുകൾ കണ്ടില്ലേ, ഓക്സ്, കോആക്സിൽ, പിന്നെ നമുക്ക് വീണ്ടും USB വരുന്ന ഇത്രയും
ഒരു ഓഡിയോ സെലക്ഷൻ നമുക്ക് ഇതിൻ്റെ മുന്നിൽ വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ പിന്നിലും ആ ഒരു രീതി തന്നെയാണ്. നമുക്ക് പിന്നിലേക്കൊന്ന് പോവാം. പുറക് വശത്തേക്ക് വരുമ്പോൾ വരുന്ന ഫസ്റ്റ് കാണുന്ന കോ ആക്സിലാണ് ഡിജിറ്റൽ ഇൻപുട്ട്. കോ ആക്സിൽ വരുന്നുണ്ട് 16 ബിറ്റ് 24 ബിറ്റ് ഡിജിറ്റൽ ഇൻ എന്നാണ് അതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, കാര്യം ആ ഒരു 16 ബിറ്റ് അല്ലെങ്കിൽ 24 ബിറ്റ് കറക്റ്റ് രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് പ്രത്യേകം അതിൽ കറക്റ്റായി കിട്ടുമെന്നുള്ളതാണ് പറയുന്നവർ. അതാണ് എടുത്ത് കാണിക്കുന്ന 16 ബിറ്റ് അല്ലെങ്കിൽ 24 ബിറ്റ് എന്നുള്ള കാണിക്കുന്നത് അവിടെ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുറച്ച് ഹൈ എൻഡ് ഓഡിയോ പ്ലെയറൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഡിയോ ഇൻപുട്ട് ഇതിൽ കൊടുത്ത് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കും. അതിനൊരു ഓപ്ഷൻ അവരിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിക്ക് വേണ്ടി അവിടെ ഒരു ആൻറ്റിന കുറച്ച് റേഞ്ച് ഒരു 10 മീറ്ററൊക്കെ കിട്ടുന്ന രീതിയിലാണ്. ബ്ലൂടൂത്ത് 5.2 എന്ന് പറയുമ്പോൾ ഒരു 10 മീറ്ററൊക്കെ നല്ല രീതിയിൽ ലാഗില്ലാതെ കിട്ടേണ്ടതാണ് നമുക്ക്. അപ്പോൾ ആ ഒരു റേഞ്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു ആൻറ്റിന ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ വരുന്നത് ഓക്സ് 1 ഓക്സ് 2 ഇത് ഓക്സ് 1 ഇത് ഓക്സ് 2 ഇൻപുട്ടുകൾ ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഓഡിയോ ഔട്ട്പുട്ട് കാര്യം നമുക്ക് ഈ ഒരു ക്ലാസ് ഡിയിൽ ഔട്ട് വേണ്ട, നമുക്കൊരു ക്ലാസ് എ ബിയിലോട്ട് കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കണം എന്നുള്ള താല്പര്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു ബ്രാൻഡ് വേറെ ഏതെങ്കിലും ഒരു ആംപ്ലിഫയർ ഉണ്ട്, നമുക്ക് അതൊന്ന് വർക്ക് ചെയ്യിപ്പിക്കണം എന്നുള്ള ഒരു ആവശ്യകത, നമുക്ക് എന്താണ് ആവശ്യകത അതിന് വേണ്ടിയിട്ട് ഓഡിയോ ഔട്ട്പുട്ട് ലെഫ്റ്റ് റൈറ്റ് അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യം, ഈ കൊടുത്തിരുന്ന ബനാന സോക്കറ്റുകൾ തന്നെ നല്ല നിലവാരം പുലർത്തുന്ന രീതിയിലുള്ള സോക്കറ്റുകൾ അവർ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് അത് വലിയ കാര്യം തന്നെയാണ്. ഓഡിയോക്സിനെ സംബന്ധിച്ചിടത്തോളം ക്വാളിറ്റിക്ക് അവർ ഒരു കോംപ്രമൈസ് അങ്ങനെ കൊടുക്കാറില്ല. വിലയും കുറവായിരിക്കും, അതുപോലെ തന്നെ ക്വാളിറ്റി ഉണ്ടായിരിക്കും അവരുടെ പ്രോഡക്റ്റിന്. അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു നല്ലൊരു പ്രോഡക്റ്റാണ്. ആ ഒരു പ്രോഡക്റ്റിന് അവർ അതുപോലെ തന്നെ ആരും കുറ്റം പറയാത്ത രീതിയിലുള്ള ബനാന സോക്കറ്റുകളും ബാക്കിയുള്ള ക്വാളിറ്റിയുള്ള കണക്റ്റേഴ്സും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ AC സപ്ലൈ കൊടുക്കേണ്ടത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. 80 വോൾട്ട് തൊട്ട് 240 വോൾട്ട് വരെയുള്ള സപ്ലൈയിൽ ഇത് വർക്ക് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്തോട്ട് നമ്മൾ ഇന്ന് കണ്ണ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് കഴിയും. ഇതിനകത്ത് 2 ഡയോഡ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയൊരു ട്രാൻസ്ഫോമർ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ AC സപ്ലൈ അതിനകത്ത് കൊണ്ടുപോയി DC ആക്കി മാറ്റി ഒക്കെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ട്യൂബിൻ്റെ ആ ഒരു വർക്ക് അറിയാവുന്ന ആൾക്കാർക്ക് വ്യക്തമായിട്ട് അറിയാം. DC സപ്ലൈ ഉണ്ടാക്കുന്നത് ഈ ഡയറക്റ്റ് AC സപ്ലൈ DC ആക്കി കൊണ്ടുപോയൊക്കെ വർക്ക് ചെയ്യിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ട്യൂബിനകത്ത് വരുന്നത്. അത് ഞാൻ കൂടുതലായിട്ട് എടുത്തു പറയുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ വീഡിയോ വളരെ വളരെ ലെങ്തി ആയി പോകും. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. കാര്യം നിങ്ങൾ പല ആൾക്കാർക്കും അതൊന്നും കേൾക്കാനുള്ളൊരു താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ്. ഇത് കൊള്ളാം, ഇത് അടിപൊളി ക്വാളിറ്റിയാണ്, നല്ലതാണെന്ന് മാത്രം കേൾക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണ് നമ്മളെ വീഡിയോ കൂടുതലായിട്ടും കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എന്തായാലും ഇതിനകത്ത് ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞുതരാം. ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള ട്രാൻസ്ഫോമറായിട്ട് ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങളെല്ലാം തന്നെ കോപ്പർ വൈൻഡിങ്ങിലാണ് അത് ചെയ്തിട്ടുള്ളത്. പ്രത്യേകം അവർ മെൻഷൻ ചെയ്യുന്നുണ്ട്, കോപ്പർ വൈൻഡിങ്ങിൽ തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് ഞാനിപ്പോൾ കണ്ടപ്പോൾ 2 ട്രാൻസ്ഫോമർ ഇതിനകത്ത് ഞാൻ അവിടെ കണ്ടു. ഇതിനകത്ത് നോക്കിയപ്പോൾ അത് 2ഉം കോപ്പർ ട്രാൻസ്ഫോമർ വെച്ച് തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത് ഉള്ളതാണ്. കൂടാതെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് ക്ലാസ് ഡി ആമ്പുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ലെഫ്റ്റിനും റൈറ്റിനും സെപ്പറേറ്റ് ആംപ്ലിഫയർ ഇതിനകത്ത് ഉണ്ട്. അതുപോലെ തന്നെ ആ ലെഫ്റ്റിനും റൈറ്റിനും സെപ്പറേറ്റ് പവർ സപ്ലൈ അവർ ഇതിനകത്ത് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പ്രത്യേകം അവരുടെ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഞാനത് ഫുള്ള് വായിച്ച് നോക്കിയിട്ടാണ് ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്നൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിയോയുടെ ക്ലാരിറ്റിയെ നല്ല രീതിയിൽ, അല്ലെങ്കിൽ ഓഡിയോ എന്ന് പറയുന്ന കാര്യത്തിന് നല്ല രീതിയിൽ അത് ബാധിക്കുമെന്നുള്ളതാണ്, അതായത് സഹായിക്കുമെന്നുള്ളതാണ്. സെപ്പറേറ്റ് പവർ സപ്ലൈ ലെഫ്റ്റിനും റൈറ്റിനും സെപ്പറേറ്റ് പവർ സപ്ലൈ അവർ കൊടുത്തിട്ടുണ്ട്. പ്രീ ആംപ്ലിഫയറിന്, അതായത് ഈ കാണുന്ന ട്യൂബുകൾക്കും സെപ്പറേറ്റ് പവർ സപ്ലൈ അവർ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അവർ മെൻഷൻ ചെയ്ത് പറയുന്നുണ്ട്. അവരുടെ ആ കാറ്റലോഗ് ബുക്കിനകത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇതല്ലാതെ പേഴ്സണലി ഞാൻ അവരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയ കാര്യമാണ്. അവർ ഇതിന് സ്പെക്ക് എനിക്ക് അയച്ചു തരാൻ പറഞ്ഞിട്ട് അവർ അയച്ചു തന്നിട്ട്, ഓഡിയോക്സ് അയച്ചു തന്നിട്ട് ആണ് ഞാൻ ഈ ഒരു വ്യക്തമായിട്ടുള്ള കാര്യം നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെ പവർ സപ്ലൈയുടെ പ്രത്യേകം പവർ സപ്ലൈകൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റേതായ ഓഡിയോ നമുക്ക് കിട്ടും, ക്വാളിറ്റിയിൽ നമുക്ക് വ്യത്യാസം ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്തുള്ള കാര്യങ്ങൾ തുറന്ന് കാണണമെന്ന് നിർബന്ധമുള്ള ആൾക്കാർക്ക് ഞാൻ വളരെ നല്ലൊരു ഐഡിയ പറഞ്ഞുതരാം. ഒരു 13,000 ഒരു 14,000 ഇടയ്ക്കുള്ളൊരു പ്രൈസാണ് ഇതിന് വരുന്നത്. ആ ഒരു പൈസ കൊടുത്ത് നിങ്ങൾ വാങ്ങുക, 4 സ്ക്രൂ അഴിക്കുക, അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഏതൊരു കമ്പനിയാണെങ്കിലും ബ്രാൻഡഡ് കമ്പനികൾ അവരുടെ ആംപ്ലിഫയറിനകത്തുള്ള കാര്യങ്ങൾ അങ്ങനെ കാണിച്ചു തരല്ല. പിന്നെ പൊതുവേ ഡെനൻ പോലെയുള്ള AVR അതുപോലത്തെ കമ്പനിക്ക് AVR പ്രോഡക്റ്റുകളൊക്കെ ചിലപ്പോൾ അകത്തുള്ള ഇമേജ് നമുക്ക് കാണിക്കുന്നുണ്ട്.
അല്ലാതെ നമ്മളൊരു ഷോറൂമിൽ പോയിട്ട് എനിക്ക് ആ ഒരു ആംപ്ലിഫയറിൻ്റെ ഉള്ളിലുള്ള ട്രാൻസ്ഫോമറും പിന്നെ അതിനകത്തുള്ള ബോർഡൊക്കെ കണ്ടാലേ ഞാൻ എടുക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാർ ചിലപ്പം ഒന്ന് രണ്ടടിയൊക്കെ തന്ന് വിടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് നിർബന്ധം ഇതിനകത്തുള്ള കാര്യങ്ങൾ കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വാങ്ങുക, പ്രോഡക്റ്റ് വാങ്ങുക, ഇതിനകത്ത് തുറന്ന് നോക്കുക. അത്രയേ ഉള്ളൂ എനിക്ക് പറയാനായിട്ടുള്ളൂ. കാര്യം ഒരുപാട് ആൾക്കാർ വീഡിയോക്കകത്ത് ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ കാണണം, പ്രത്യേകിച്ച് ഓഡിയോ എക്സിൻ്റെ പ്രോഡക്റ്റിൻ്റെ ഇതിടുമ്പോൾ അത് എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതിൻ്റെ കൂടെ തരുന്നൊരു റിമോട്ടാണ്. ഈ ഒരു റിമോട്ടിനകത്തുള്ള കമ്പോണൻസ് ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല, ഞാനിത് തുറന്ന് നോക്കിയിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് എനിക്കറിയില്ല. പിന്നെ ഓവറാൾ ഇത് നോക്കുമ്പോൾ ബിൽഡ് ക്വാളിറ്റി നല്ലതാണ്, ഇതിൻ്റെ പുറം ഭാഗം കാണാനൊക്കെ നല്ലതാണ്. സ്വിച്ചൊക്കെ തന്നെ നമ്മുടെ സോണിയുടെ എൽ ജിയുടെയൊക്കെ പഴയ ഒരു റിമോട്ടിൻ്റെ സ്വിച്ചുകൾ വരുന്ന രീതിയിലുള്ള സ്വിച്ചുകൾ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. ഈ ഒരു ഭാഗത്ത് മാത്രം ടിക്ക് ടിക്കിനെ സൗണ്ട് കേൾക്കുന്ന സ്വിച്ചാണ് വരുന്നത്. ബാക്കിയുള്ളതെല്ലാം നമ്മുടെ റബ്ബർ ഒരു ഇത് വരുമല്ലോ, ആ ടൈപ്പ് സ്വിച്ച് മാത്രമാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ക്വാളിറ്റി. ഇത് ക്വാളിറ്റിക്കൊന്നും കുറവൊന്നുമില്ല, നല്ലതാണ്. ഇനി അകത്തുള്ള കമ്പോണൻസ് ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് 2 ബാറ്ററി ഇടാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഇവിടെ കാണുന്നുണ്ട്, കണ്ടില്ലേ? ചെറിയ AAA 2 ബാറ്ററി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. നിങ്ങളിടുമ്പോൾ ഡ്യൂറാസെല്ലിൻ്റെ ബാറ്ററി ഇട്ടാൽ അത്രയും നല്ലതായിരിക്കും. കാര്യം ഡ്യൂറാസെല്ലിൻ്റെ ഒറിജിനൽ ബാറ്ററിന് വാങ്ങുക, ഡ്യൂപ്ലിക്കേറ്റ് കിട്ടുന്നുണ്ട്. അത് വാങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് നാൾ കിടക്കും എന്നുള്ളത് മാത്രമാണ്. ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റാണത്. അപ്പോൾ റിമോട്ടുണ്ട്. ഈ റിമോട്ടിനകത്ത് നമുക്ക് വോളിയം കൂട്ടാനും കുറയ്ക്കാനും പാട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനും പൗസും പ്ലേയും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓപ്ഷനുണ്ട്. പിന്നെ ഇക്വലൈസർ, ഇതിനകത്ത് ഇക്വലൈസർ വരുന്നുണ്ട്. അപ്പോൾ ഇക്വലൈസർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി റിമോട്ടിൽ സാധിക്കും. അപ്പോൾ ഇക്വലൈസർ അമക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ബാസ് മറ്റേ റോക്ക് ജാസ് അങ്ങനെ പോലുള്ള കുറച്ച് ഇക്വലൈസർ സെറ്റപ്പ് ഉണ്ടല്ലോ, അത് ഇതിനകത്ത് കിട്ടാനുള്ള ഒരു സംവിധാനം അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓൺ ഓഫ് സ്വിച്ച് വരുന്നുണ്ട്, മ്യൂട്ട് ഓപ്ഷൻ വരുന്നുണ്ട്, മോഡ് മാറ്റാനുള്ള ഒരു സ്വിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ 1 2 3 4 5 6 7 8 9 10 അത്രയും സ്വിച്ചും വരുന്നുണ്ട്. ആ നമ്മുടെ USB അവിടെ കണക്ട് ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കുന്ന സമയത്തായിരിക്കും ഈ നമ്പറുകൾ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും തന്നെയാണ്. റിമോട്ട് ബിൽഡ് ക്വാളിറ്റി അടിപൊളിയാണ്. പിന്നെ ഈ ഒരു ആംപ്ലിഫയറിനകത്തുള്ള കമ്പോണൻസിൻ്റെ ക്വാളിറ്റി ഞാൻ ഇതിൻ്റെ കുറച്ച് ഹോൾസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഹോൾസ് വഴി ഞാൻ ഒന്ന് നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത റെസിസ്റ്റേഴ്സൊക്കെ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. കപ്പാസിറ്ററും വലിയ കുഴപ്പമില്ലാത്ത കപ്പാസിറ്റേഴ്സ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്വാളിറ്റിക്ക് ഓഡിയോ എക്സ് ഒരു രീതിയിലുള്ള കുറവുകളും കൊടുക്കാറില്ല, പൊതുവെ അങ്ങനെ ഒരു കുറവ് കൊടുക്കാറില്ല. പിന്നെ ചില ആൾക്കാർ കുറ്റം പറയുന്നുണ്ട്, ഇത് വാങ്ങിയിട്ട് പ്രോഡക്റ്റ് വാങ്ങിയിട്ട് ഒരുപാട് കുറ്റം പറയുന്നുണ്ട്. അത് എന്തോ അസൂയ ഉണ്ടാവാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ അവരുടെ പ്രോഡക്റ്റ് ഇത്രയും വില കുറച്ചൊരു റെഡിമെയ്ഡ് ആംപ്ലിഫയർ കിട്ടുക എന്നുള്ളത് അത് ഓഡിയോ എക്സിന് മാത്രം തന്നെ കൊടുക്കാൻ പറ്റുള്ളൂ ക്വാളിറ്റിയിൽ. പിന്നെ ടാർഗറ്റ് പോലത്തെ കമ്പനിയുടെയൊക്കെ ആംപ്ലിഫയർ കുറച്ച് ലോക്കൽ ആംപ്ലിഫയറുകൾ വരുന്നുണ്ട്. അതിനെ വെച്ച് ഇത് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല, കാര്യം അതൊരുപാട് വില കുറവാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഓഡിയോ എക്സിൻ്റെ പ്രോഡക്റ്റുകൾക്ക് ഒരു 5000 6000 ആ റേഞ്ചിലൊക്കെ ഉള്ള 5.1 ആംപ്ലിഫയറൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഈ പറയുന്ന ഈ ഒരു ക്യാഷിന് നിലവാരം ഉള്ളത് തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ ഐമയുടെയും ഫോസിയുടെയും ഒക്കെ വാങ്ങാൻ കിട്ടുന്നുണ്ട്. ഒരു 15000 22,000 ആ റേഞ്ചിലൊക്കെ പല വിലയ്ക്ക് 6K4 വെച്ച് ട്യൂബ് വെച്ച് വരുന്ന ആംപ്ലിഫയർ, ക്ലാസ് ഡി ബേസ്ഡ് ആയിട്ട് വരുന്ന ഒരു ആംപ്ലിഫയർ നമുക്ക് വാങ്ങാൻ കിട്ടുന്നുണ്ട് ഐമയുടെ ഒക്കെ. അപ്പോൾ ആ ഒരു ആംപ്ലിഫയറിനൊക്കെ 20 22 ആ ഒരു റേഞ്ചിലൊക്കെ വില പോകുന്നുണ്ട് അപ്പോൾ ആമസോണിൽ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ കുറച്ച് വില കുറവാണ് ഈ ഒരു ആംപ്ലിഫയർ. പിന്നെ ഇനി ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി എന്താണെന്നുള്ളത് ഞാൻ പറയാം. ഞാൻ ഇതിൽ പാട്ട് കേട്ടപ്പോൾ എനിക്ക് തോന്നിയ ഓഡിയോ ക്വാളിറ്റി സ്റ്റീരിയോ സെപ്പറേഷൻ അടിപൊളിയാണ്. സ്റ്റീരിയോ സെപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഇപ്പോൾ ഫോസി ഓഡിയോയുടെ ആംപ്ലിഫയർ അതുപോലെ തന്നെയാണ്, സ്റ്റീരിയോ സെപ്പറേഷൻ അടിപൊളിയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് സ്റ്റീരിയോ സെപ്പറേഷൻ അടിപൊളിയാണ്. പിന്നെ ദാസേട്ടൻ്റെ പാട്ടൊക്കെ കേൾക്കാൻ ഒരു പ്രത്യേക സുഖമുണ്ട്. നമുക്കൊരു ബാസൊക്കെ നല്ല ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് സൗണ്ടിൻ്റെ സൈഡിൽ നിന്ന് വരുന്നുണ്ട്. അല്ലാതെ പൊതുവേ നോക്കിയപ്പോൾ ഒരു ബാസിൻ്റെ സൈഡിൽ ഒരു അല്പം കുറവ് ഫീൽ ചെയ്തു. എന്ന് വെച്ചാൽ ഇല്ലെന്നല്ല, നമ്മൾ ഉദ്ദേശിച്ച ബേസ് ആ ഒരു സൗണ്ടിനുള്ള ഒരു ബേസ് കറക്റ്റ് നമുക്ക് വരുന്നുണ്ട്. പക്ഷെ അല്ലാതെ ഒരു ബാസുള്ളൊരു പാട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പൊട്ടിക്ക് കുറവായിട്ട് തോന്നുന്നുണ്ട്. ഹൈ ഫ്രീക്വൻസി, അതായത് ട്രിബിളിൻ്റെ ചിൽ എന്നുള്ള സൗണ്ട് കുറച്ചും കൂടെ നമുക്ക് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. കാര്യം ഇതൊരു HF ട്യൂബായിട്ടാണ് അറിയപ്പെടുന്നത്, ഒരു ഹൈ ഫ്രീക്വൻസി ട്യൂബാണ് നിലവിൽ. ഇത് അതിൻ്റെ ഡാറ്റ ഷീറ്റ് എടുത്ത് പഠിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് HF എന്നുള്ളൊരു രീതിയിൽ അതിനെക്കുറിച്ച് നല്ല രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഹൈ ഫ്രീക്വൻസി ആ ഒരു ചിൽ സൗണ്ട് ട്യൂട്ടറൊക്കെ വയ്ക്കുന്നതാണെങ്കിൽ ആ ഒരു സൗണ്ടൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചിൽ സൗണ്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു പ്രീ സെക്ഷൻ തന്നെയാണ് ഈ ഒരു ആംബിൽ ഉപയോഗിച്ചിട്ടുള്ള. ഫുൾ റേഞ്ച് സ്പീക്കേഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അസാധ്യമായിട്ടൊരു ഓഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് കിട്ടും. പിന്നെ 3-way സെറ്റപ്പ് ഉള്ള ആൾക്കാർക്ക്, അതായത് ഫുൾ റേഞ്ച് മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് ആണെങ്കിൽ നല്ല ബ്രാൻഡ് സ്പീക്കേഴ്സ് ആയിരിക്കണം ഫുൾ റേഞ്ച്.
അങ്ങനത്തെ സ്പീക്കേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല അടിപൊളി അസാധ്യ ക്വാളിറ്റി നിങ്ങൾക്ക് കിട്ടും. ഇനി 3 വേ സ്പീക്കേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ബാസ് ട്രബിൾ ബാസ് ട്രിബിൾ ഒക്കെ കുറച്ചും കൂടെ നല്ല രീതിയിൽ കേൾക്കാൻ 3 വേ സ്പീക്കേഴ്സ് ഉള്ള ആൾക്കാർക്കും നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് ഓഡിയോ ഔട്ട്പുട്ട് നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും. നല്ല ഓഡിയോ ക്വാളിറ്റി തന്നെ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അത് നിങ്ങൾ പ്ലേ ചെയ്യുന്ന ഫയലിന് അനുസരിച്ചിരിക്കും. അത് ബ്ലൂടൂത്ത് വഴിയായാലും പെൻഡ്രൈവ് വഴിയായാലും നിങ്ങൾ പ്ലേ ചെയ്യുന്ന ഒരു ഓഡിയോ ഫയലിൻ്റെയും നിങ്ങളുടെ കയ്യിലുള്ള സ്പീക്കേഴ്സിൻ്റെയും ക്വാളിറ്റി പോലെ ഇരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ചെവിയിലേക്ക് അതിൻ്റെ ഓഡിയോ എത്തുമ്പോൾ. ഈ ഒരു പ്രോഡക്റ്റിന് പ്രത്യേകിച്ച് ഓഡിയോ ക്വാളിറ്റി എന്നൊരു രീതിയിൽ നമ്മൾ എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഉണ്ട്. ട്യൂബിൻ്റെ ഗുണം അതിൽ കാണിക്കുന്നുണ്ട്. ട്യൂബിൻ്റെ ഒരു പ്രീ ആംപ്ലിഫയർ ഞാൻ ഇപ്പോൾ ECC83 ഒക്കെ വെച്ചിട്ട് ഞാൻ ട്യൂബ് പ്രീ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു സൗണ്ട് വേറെയാണ്. കാര്യം അത് കുറച്ച് ഇതിനെക്കാട്ടി ഹൈ എൻഡ് ട്യൂബ്, ഇതിനെക്കാട്ടിയും കുറച്ചുകൂടെ ഹൈ ലെവലിൽ നിൽക്കുന്ന ട്യൂബാണ് ECC83. 6K4 എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ട്യൂബിൻ്റെ പ്രത്യേകത, ഇത് കംപ്ലൈൻറ്റ് ആയാലും ഇപ്പോൾ ഈ ട്യൂബിന് കുറച്ച് നാൾ അതിൻ്റെ ഫിലമെൻ്റൊക്കെ തെളിഞ്ഞതിൻ്റെ വർക്കിംഗ് ഒക്കെ നല്ല രീതിയിൽ നടന്നു കഴിയുമ്പോൾ ഇത് കംപ്ലൈൻ്റ് ആവും. അപ്പോൾ അങ്ങനെ കംപ്ലൈൻറ്റ് ആയാലും നമുക്ക് വളരെ വില കുറവിൽ ഈ ഒരു ട്യൂബ് വാങ്ങാൻ കിട്ടും എന്നുള്ളതാണ് ഇതിലേറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എടുത്തു പറയാനായിട്ടുള്ള മറ്റൊരു കാര്യം. ഈ ട്യൂബ് ഇനി എത്ര വർഷം കഴിഞ്ഞാൽ ഈ ട്യൂബ് നിങ്ങൾ കംപ്ലൈൻറ്റ് ആയാലും എത്ര വർഷം കഴിഞ്ഞാൽ ഈ ട്യൂബ് നമുക്ക് ലോക്കൽ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടത്തില്ല. നമുക്ക് ആമസോൺ പോലുള്ള ഓൺലൈൻ സൈറ്റുകളിലൊക്കെ നമുക്ക് ഈ ഒരു ട്യൂബ് ഇപ്പോഴും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇത് രണ്ടാമത് വാങ്ങിയ ഒരു 1000, 1500 ആ റേഞ്ചിൽ 800, 850, 1000 പല ക്വാളിറ്റി വ്യത്യാസം വരുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ ട്യൂബ് വാങ്ങി മാറ്റാനായിട്ട് കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള ട്യൂബ് തന്നെയാണ്. കാര്യം ഈ ഒരു ട്യൂബ് ഇതിലേതെങ്കിലും ഒരു ട്യൂബ് കംപ്ലൈൻ്റ് ആയി പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ മൊത്തത്തിലുള്ള പ്രവർത്തനത്തിനെ തന്നെ അത് ബാധിക്കുന്ന രീതിയിലേക്ക് വരും. അപ്പോൾ അത് ട്യൂബ് പൊട്ടിപ്പോവുകയോ ഇത് പൊട്ടാതിരിക്കുന്നതിന് വേണ്ടി അവർ ഇതിന് പ്രൊട്ടക്ഷനും കണ്ടില്ല, ഇവിടെ ഒരു പ്രൊട്ടക്ഷനൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്, അക്കറിലേക്ക് വെട്ടി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു കാരണവശാൽ വീട്ടിൽ കൊച്ചു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം എടുത്ത് എറിഞ്ഞാൽ മതി, ഇത് പൊട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഒരുപാട് വിലയുള്ള ട്യൂബൊന്നുമല്ല, നിങ്ങൾക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ട്യൂബും കൂടെ തന്നെയാണ് ഈ 6K4 എന്ന് പറഞ്ഞ ട്യൂബ്. ഓവർലോഡ് പ്രൊട്ടക്ഷൻ വരുന്നുണ്ട് ഇതിനകത്ത്. അത് കൂടാതെ സ്പീക്കർ ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ ഇതിനകത്ത് വരുന്നുണ്ട്. അതായത് സ്പീക്കർ പ്രൊട്ടക്ഷനും വരുന്നുണ്ട്, കൂടാതെ തന്നെ ഓവർലോഡ് പ്രൊട്ടക്ഷനും വരുന്നുണ്ട്. റിലേ അതിനകത്ത് നമുക്ക് ഈ ഒരു ഹോൾ വഴി നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും. റിലേ അതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള റിലേസാണ് നമുക്ക് അതുവഴി കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ യാതൊരു രീതിയിലും നിങ്ങളുടെ സ്പീക്കറിനും കംപ്ലൈൻറ്റ് വരാനുള്ളൊരു സാധ്യത വളരെ വളരെ കുറവ് തന്നെയാണ്. ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് ഇത് വ്യക്തമായിട്ടും ഈ ഒരു മാനുവൽ വായിക്കണം. പിന്നെ ഇതൊരു വാറൻറ്റിയും കൂടെ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ വ്യക്തമായിട്ട് വായിക്കണം. ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഇത് വാക്വം ട്യൂബ് ഉപയോഗിക്കുന്ന പ്രോഡക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ, അതായത് ഏകദേശം 65 ഡിഗ്രി സെൽഷ്യസ് വരെ ഹീറ്റ് ആവും. 30 ഡിഗ്രി സെൽഷ്യസ് തൊട്ട് 65 ഡിഗ്രി സെൽഷ്യസ് വരെ ഹീറ്റ് ആവുന്നൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ വർക്ക് ചെയ്യിപ്പിക്കുന്ന സമയത്ത് ചുമ്മാ കൊണ്ട് കയ്യിൽ നിന്ന് വച്ച് കളയരുത്. സത്യം പറഞ്ഞാൽ വാക്വം ട്യൂബ് വർക്ക് ചെയ്യുന്ന സമയത്ത് കൈ വയ്ക്കാൻ പാടില്ല എന്നൊരു സംഭവം കൂടെ ഉണ്ട്. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമാണ്. അത് കൈ വയ്ക്കാൻ പാടില്ല തന്നെയാണ് വാക്വം ട്യൂബ് വർക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും, ഇതിൻ്റെ ഹാർഡ് ഡ്രൈവ് കണക്ട് ചെയ്യുന്ന രീതിയും അതിനകത്ത് 5 വോൾട്ട് ഔട്ട്പുട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നത്. നിങ്ങളിതെല്ലാം വായിച്ച് നോക്കിയിട്ട് വേണം ഇത് ഉപയോഗിക്കാനായിട്ടുള്ളത്. എല്ലാ ഫങ്ഷൻസും ഇത് വളരെ വ്യക്തമായിട്ട് ഈ ഒരു യൂസർ മാനുവലിൽ പറയുന്നുണ്ട്. അത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വാങ്ങുന്ന ആൾക്കാർക്ക് ഡയറക്റ്റ് വായിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണത്. കൂടാതെ ഈ ഒരു ട്യൂബ് ഇപ്പോൾ ചൈനീസ് ട്യൂബാണെന്ന് ഞാൻ പറഞ്ഞു. ഇതിൻ്റെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്വാളിറ്റിയുള്ള ട്യൂബുകൾ നമുക്ക് പല വെറൈറ്റി ട്യൂബ്സ് വാങ്ങാൻ 6K4 പല വെറൈറ്റി ബ്രാൻഡിൻ്റെ വാങ്ങാൻ കിട്ടും. അപ്പോൾ കുറച്ചും കൂടെ നല്ല മുള്ളാട് പോലത്തെ കമ്പനിയുടെയൊക്കെ ട്യൂബ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഇതിൻ്റെ ക്വാളിറ്റി കുറച്ചും കൂടെ നല്ല രീതിയിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഒരു പാട്ട് ജസ്റ്റ് ഞാൻ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് ഞാൻ ഒരു പാട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടുകയാണ്. അപ്പോൾ ഒരു പാട്ട് നമുക്ക് ഇട്ട് നോക്കാം. ഓക്കെ, ഒരു കാര്യം, ഇതിൻ്റെ പാട്ടിടുന്നതിന് മുമ്പ് ഇതിൻ്റെ വ്യൂ മീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ ഓഡിയോ സിഗ്നൽ കൊടുക്കുമ്പോൾ നമ്മൾ ഫോണിൻ്റെ വോളിയം കൂട്ടുന്നതിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ അല്ലെങ്കിൽ ഫോണിൻ്റെ നമ്മൾ എന്ത് ഡിവൈസാണ് ബ്ലൂടൂത്തായിട്ട് കണക്ട് ചെയ്യുന്നത് അതിൻ്റെ വോളിയം കൂട്ടുന്നതിനനുസരിച്ചിട്ടായിരിക്കും വ്യൂ മീറ്റർ വർക്ക് ചെയ്യുന്നത്. അല്ലാതെ ഈ ഒരു വോളിയം കൂട്ടുന്നതിനനുസരിച്ചിട്ടല്ല, ഇതിൻ്റെ മെയിൻ മാസ്റ്റർ വോളിയം കൂട്ടുന്നതിനനുസരിച്ചിട്ടല്ല ഇതിൻ്റെ വ്യൂ മീറ്റർ വർക്ക് ആവുന്നത്. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സോഴ്സിൻ്റെ ഇതിനനുസരിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ പ്രീ ആംപ്ലിഫയർ വർക്ക് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വ്യൂ മീറ്റർ വർക്ക് ചെയ്യുന്നത്. അല്ലാതെ ഔട്ട്പുട്ടിൻ്റെ ഒരു രീതിയിലല്ല അത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ പ്രത്യേകം എടുത്ത് പറയുകയാണ്. അപ്പോൾ നമുക്കൊരു പാട്ട് ഇട്ട് ഞാൻ കാണിക്കാം. നല്ല ഓളിയം, നല്ല ഗെയിന് നമുക്ക് കിട്ടുന്നുണ്ട്. ഇത്രയും ഇപ്പോൾ തന്നെ ഈ ഒരു ലെവലിൽ എത്തിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. കൺമണി അൻപോട്
ഇത് ഞാനിപ്പോൾ ഒരു പാട്ടിട്ട് കേൾപ്പിച്ച സമയത്തും ഞാൻ ആ പാട്ട് കേട്ട സമയത്ത് എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വോക്കലിൽ വരുന്ന ബാസ് അല്ലെങ്കിൽ വോക്കലിൽ വരുന്ന ഒരു ബേസ് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് സ്പീക്കേഴ്സ് വഴി. പക്ഷേ നമ്മളൊരു ബാസ് ബൂസ്റ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു പാട്ട് കിട്ടി കഴിഞ്ഞാൽ അതൊരു വലിയ ബാസ് റെസ്പോൺസ് ഉള്ള രീതി നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ തികച്ചും നമുക്കൊരു പാട്ട് ആസ്വദിക്കുന്ന ഒരാളിന് പറ്റിയൊരു സാധനമാണ്. പിന്നെ കൂടാതെ ഇതിനകത്ത് ബാസ്, ട്രിബിള്, മിഡ് അങ്ങനത്തെ ഒരു കൺട്രോൾ ഓപ്ഷൻ ഇതിനകത്ത് വരുന്നില്ല എന്നുള്ളതാണ്. ഇത്തിരി ഫ്ലാറ്റായിട്ടുള്ളൊരു ഫ്ലാറ്റായിട്ടുള്ളൊരു പ്രീസെക്ഷൻ ഫ്ലാറ്റായിട്ടുള്ളൊരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. അതൊരു എങ്ങനെയാണ് ഒരു സ്റ്റുഡിയോയിൽ എങ്ങനെയാണോ ചെയ്തിരിക്കുന്നത് അതേ സാധനം നിങ്ങൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അതേ ക്വാളിറ്റി എടുക്കുന്ന രീതിയിലാണ് അവരത് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പെൻ ഡ്രൈവിൽ നിങ്ങൾ നല്ലൊരു ഫ്ലാക്ക് വേവ് ഫയലുകൾ നിങ്ങൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള ഫയലായിരിക്കണം, അത് നല്ല ഫയലായിരിക്കണം. പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സ്പീക്കേഴ്സ് ഉണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് നല്ല ലാഭകരമായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. കാര്യം ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. അപ്പോൾ അതാണ് എനിക്ക് റിവ്യൂ എന്നുള്ള രീതി പറയാനുള്ളത്. ഞാൻ ഈ വീഡിയോ കുറച്ച് ലെങ്തിയാണ്. നമ്മളെ വീഡിയോ ലെങ്തിയായി പോകുമ്പോൾ ഒരുപാട് ആൾക്കാർ അത് കുറ്റമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ള ഇല്ലാത്ത ആൾക്കാർ സ്കിപ്പ് ചെയ്ത് പോകുക എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രണ്ട് ഈ ഒരു പാനൽ അലുമിനിയത്തിലാണ് ചെയ്തിട്ടുള്ളത്. അലുമിനിയം വെച്ചിട്ട് പിന്നെ ആനോഡൈസിങ് ചെയ്ത ഒരു രീതിയിലാണ് വരുന്നത്. പിന്നെ ഓളിയൻ നോബ് എന്ന് പറയുമ്പോൾ അതും സെയിം ആണ്, അലുമിനിയം നോബാണ്. ആനോഡൈസിങ്ങോ പെയിൻറ്റിങ്ങോ പൗഡർ കോട്ടിങ് പെയിൻറ്റിങ്ങോ ആനോഡൈസിങ്ങോ എന്തോ ആണ്. അതും അവർ അതിനും ഒരു നിലവാരം കുറവൊന്നും കൊടുത്തിട്ടില്ല. എല്ലാം തന്നെ എൻഡ് ടു എൻഡ് എവിടെ നോക്കിയാലും നല്ലൊരു നിലവാരം അതിനകത്ത് വരുന്നുണ്ട്. ഓവറാൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓഡിയോ ഫയൽ പോലുള്ള ഒരാളിന് വാങ്ങാൻ പറ്റുന്ന വില കുറഞ്ഞ ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. വില കുറഞ്ഞ ഒരു ട്യൂബ് ആംപ്ലിഫയർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പൂർണ്ണമായിട്ടും ഒരു ട്യൂബ് ആംപ്ലിഫയർ എന്ന് പറയാൻ പറ്റത്തില്ല. പ്രീ സെക്ഷനിൽ മാത്രമാണ്, ഫസ്റ്റ് സ്റ്റേജിൽ ഒരു പ്രീ സെക്ഷനിൽ മാത്രമാണ് അവർ ആ ഒരു ട്യൂബ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. അതൊരു കുറ്റോട്ടോ കുറവായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ചില ഹൈബ്രിഡ് ബ്രാൻഡ് കമ്പനികളുടെ ഹൈബ്രിഡ് ആംപ്ലിഫയറുകൾ വരുന്നുണ്ട്. പ്രീ സെക്ഷനിൽ ട്യൂബും ഔട്ട്പുട്ട് സെക്ഷനിൽ ട്രാൻസ്ഫോമറൊക്കെ മാറ്റിയതിന് ശേഷം അതിനകത്ത് അവർ ഹൈബ്രിഡായിട്ട് നമുക്ക് ട്രാൻസിസ്റ്റർ ഇട്ട് അല്ലെങ്കിൽ മോസ്ഫെറ്റ് ഇട്ടൊക്കെ കൊടുത്ത് വരുന്ന രീതിയിലുള്ള ആംപ്ലിഫയറുകൾ വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഒരു ഹൈബ്രിഡ് ആംപ്ലിഫയർ എന്ന് വേണമെങ്കിൽ നമുക്ക് ഒന്ന് വിശേഷിപ്പിച്ച് വേണമെങ്കിൽ പറയാം, വെറുതെ ഒന്ന് പറയാം. അപ്പോൾ എന്തായാലും നല്ല പ്രോഡക്റ്റാണ്. നിങ്ങൾക്ക് ഇത് ആവശ്യമാണെങ്കിൽ SM ഇലക്ട്രോണിക്സ് ട്രിവാൻഡ്രം അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഡക്റ്റ് വാങ്ങാനായിട്ട് സാധിക്കും. ഒരു 13,000 to 14,000 ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത്. പിന്നെ ഇത് കൊറിയറായിട്ട് അവർ അത് അയച്ച് തരുമോ എന്നുള്ളത് എനിക്ക് ഡൗട്ടാണ്. കാര്യം ഈ ട്യൂബിൻ്റെ ഒരു കേസാണ്. ഈ ട്യൂബ് പിന്നെ മറ്റൊരു കാര്യം, ഈ ട്യൂബ് നമുക്ക് ഇളക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇത് സോക്കറ്റിൽ തന്നെയാണ് കൊടുത്ത്, സോൾഡറിങ് അല്ല. ഇതിനകത്ത് അതിൻ്റെ ബാക്കിൽ സോക്കറ്റ് വരുന്നുണ്ട് ട്യൂബിൻ്റെ. അപ്പോൾ നമുക്കിത് ഇളക്കിയെടുക്കാനായിട്ടും സാധിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ ഏതെങ്കിലും കുറച്ചുകൂടെ നല്ല ബ്രാൻഡിൻ്റെ ട്യൂബുകൾ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റേതായ ഒരു ക്വാളിറ്റിക്ക് വ്യത്യാസം വരുന്നതായിട്ടും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും തന്നെയാണ് നമ്മുടെ വീഡിയോ. വളരെ ലെങ്തി ആയി പോയിട്ടുള്ളൊരു വീഡിയോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഓക്കെ, ബൈ.